സ്വാഗതം. സായന്ന ടാരക്കാട് വൈനിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ഊർജ്ജമാണ് താങ്കൾ റിലീസ് ചെയ്യേണ്ടത്? എന്ത് സന്ദേശമാണ് ഏഞ്ചൽ കാർഡുകൾ നൽകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാരോ കാർഡ് എടുത്തിട്ട് ഇതിൽ നിന്നൊരു കാർഡ് എടുക്കാം. ഇതാണ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾ റിലീസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. 2, എന്ത് സന്ദേശമാണ് താങ്കൾക്ക് ഏഞ്ചൽസിനും ആൻസസ്റ്റേഴ്സിനും നൽകാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 കാർഡുകളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ്, വാട്ട് ഈസ് ഇറ്റ്? നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് എന്നൊരു പറയുന്നൊരു കാർഡാണ്. എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കാർഡാണ്. അതായത് പുതിയതായിട്ട് നമുക്കൊരു വ്യക്തിയോട് തോന്നുന്നൊരു സ്നേഹം, അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് തോന്നുന്ന സ്നേഹം, ഒരു കാര്യത്തോട് തോന്നുന്ന സ്നേഹം. പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡാണ്. അതാണ് ഈ കാർഡ് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് താങ്കളുടെ ജീവിതത്തിലെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അത് എന്തിനോടാവാം, ഒരു വ്യക്തിയോട് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു തൊഴിലിനോടാവാം, ഒരു സ്ഥലത്തോടാവാം, ഒരു വസ്തുവിനോടാവാം. എന്തുതന്നെയായാലും ആ ഒരു ഇമോഷൻ, അതിനെക്കുറിച്ച് എന്താണെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ദേ ഹാവ് ടു സേ എന്നുള്ളത്. ഷീൽഡ് മെയ്ഡൻ എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് എന്നാണ് പറയുന്നത്. ഷീൽഡ് മെയ്ഡൻ എന്ന് പറയുന്ന കാർഡ് നമുക്കറിയാം ഒരു വാരിയർ എനർജിയാണ് കാണുന്നത്. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ നാട്ടിൽ ആളും പരിചയമെടുത്തിട്ടായിട്ട് നിൽക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, ഏഞ്ചലാണ്. ഓക്കെ, അപ്പോൾ മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് എന്നാണ് പറയുന്നത്. മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊതുവേ സ്നേഹം എന്ന് പറയുന്ന വികാരം വരുമ്പോൾ നമുക്ക് ദിവാസ്വപ്നങ്ങൾ കാണാനാണ് തോന്നുക. നമ്മളില്ലാത്തൊരു ലോകത്ത് പോയിട്ട് നമ്മളങ്ങനെ സുഖിച്ച് രമിച്ച് അങ്ങനെ ഇരുന്ന് പോകും. അതായത് ഇൻ എഫക്റ്റ് നമ്മളൊരു ആക്ഷൻ എടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾക്ക് സ്നേഹവുമായി ബന്ധപ്പെട്ട ബ്ലോക്കേജോ തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? ആഴത്തിൽ അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുക, എന്നിട്ട് ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആ പദ്ധതികളിൽ എന്നാൽ മാത്രമേ താങ്കൾക്ക് വിജയം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആരോടുള്ള സ്നേഹമായാലും, ഇനി താങ്കളുടെ മക്കളോടുള്ള സ്നേഹമായാലും, മരുമക്കളോടോ പേരക്കിടാങ്ങളോടോ, ഇനി സ്നേഹിക്കുന്ന വ്യക്തിയോടോ ആരോടാണെങ്കിലും ശരി, അത് പദ്ധതികളും അതിൽ ഫോക്കസും ഇല്ലാതെ നടക്കില്ല എന്നാണ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളെ ഇന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.